ഹലോ ഫ്രണ്ട്സ്, പ്രിൻഷ്യ സ്റ്റഡി ടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് LGSൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ ഉറപ്പായി നോക്കിയിരിക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 44-ാം വയലാർ അവാർഡ് നേടിയതാര്? ഉത്തരം ഓപ്ഷൻ സി, ഏഴാച്ചേരി രാമചന്ദ്രൻ. ഏഴാച്ചേരി രാമചന്ദ്രനാണ് 44-ാം വയലാർ അവാർഡ് നേടിയത്. അടുത്ത ക്വസ്റ്റ്യൻ, നിരൂപണ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന 2020 ONV പുരസ്കാരം ലഭിച്ചത്? ഉത്തരം ഓപ്ഷൻ ഡി, ഡോക്ടർ എം ലീലാവതി. ഡോക്ടർ എം ലീലാവതിക്കാണ് നിരൂപണ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന 2020 ONV പുരസ്കാരം ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, തിളച്ച മണ്ണിൽ കാൽനടയായി അടുത്തിടെ അന്തരിച്ച ഏത് എഴുത്തുകാരൻ്റെ ആത്മകഥയാണ്? ഉത്തരം ഓപ്ഷൻ ബി, പുതുശ്ശേരി രാമചന്ദ്രൻ. പുതുശ്ശേരി രാമചന്ദ്രൻ്റെ ആത്മകഥയാണ് തിളച്ച മണ്ണിൽ കാൽനടയായി. അടുത്ത ക്വസ്റ്റ്യൻ, 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളി സാഹിത്യകാരൻ ആര്? ഉത്തരം ഓപ്ഷൻ സി, വി മധുസൂദനൻ നായർ. 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളി സാഹിത്യകാരനാണ് വി മധുസൂദനൻ നായർ. അടുത്ത ക്വസ്റ്റ്യൻ, മലയാളത്തിലെ മികച്ച കൃതിക്കുള്ള 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ കൃതി? ഉത്തരം ഓപ്ഷൻ ഡി, അച്ഛൻ പിറന്ന വീട്. മലയാളത്തിലെ മികച്ച കൃതിക്കുള്ള 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതിയാണ് അച്ഛൻ പിറന്ന വീട്. അടുത്ത ക്വസ്റ്റ്യൻ, ഷാങ്ഹായ് കോ ഓപ്പറേഷൻ ഓർഗനൈസേഷനിലെ 8 അത്ഭുതങ്ങളിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ നിർമ്മിതി ഏത്? ഉത്തരം ഓപ്ഷൻ എ, സ്റ്റാച്യു ഓഫ് യൂണിറ്റി. സ്റ്റാച്യു ഓഫ് യൂണിറ്റിയാണ് ഷാങ്ഹായ് കോ ഓപ്പറേഷൻ ഓർഗനൈസേഷനിലെ 8 അത്ഭുതങ്ങളിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ നിർമ്മിതി. അടുത്ത ക്വസ്റ്റ്യൻ, 2019 ഡിസംബറിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സംസ്കൃത ശിലാലിഖിതം കണ്ടെത്തിയ സ്ഥാപനം? ഉത്തരം ഓപ്ഷൻ എ, ആന്ധ്രാപ്രദേശ്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിട്ടനിൽ ധനമന്ത്രിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ? ഉത്തരം ഓപ്ഷൻ ബി, ഋഷി സുനക്. ബ്രിട്ടനിൽ ധനമന്ത്രിയായി നിയമിതനായ ഇന്ത്യൻ വംശജനാണ് ഋഷി സുനക്. അടുത്ത ക്വസ്റ്റ്യൻ, ഏതിൻ്റെ ലഭ്യതയാണ് മൗലികാവകാശങ്ങളുടെ ഗണത്തിൽപ്പെടുമെന്ന് 2020 ജനുവരിയിൽ സുപ്രീം കോടതി നിരീക്ഷിച്ചത്? ഉത്തരം ഓപ്ഷൻ എ, ഇൻ്റർനെറ്റ് ലഭ്യത. ഏതിൻ്റെ ലഭ്യതയാണ് മൗലികാവകാശങ്ങളുടെ ഗണത്തിൽപ്പെടുമെന്ന് 2020 ജനുവരിയിൽ സുപ്രീം കോടതി നിരീക്ഷിച്ചത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ, ഇൻ്റർനെറ്റ് ലഭ്യത. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് ബാധിച്ച് മരണപ്പെട്ട മന്ത്രിയായ കമൽ റാണി വരുൺ ഏത് സംസ്ഥാനത്തെ മന്ത്രിയാണ്? ഉത്തരം ഓപ്ഷൻ എ, ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് ബാധിച്ച് മരണപ്പെട്ട മന്ത്രിയായ കമൽ റാണി വരുൺ ഏത് സംസ്ഥാനത്തെ മന്ത്രിയാണ്? ഉത്തരം ഓപ്ഷൻ എ, ഉത്തർപ്രദേശ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, 82°30' പൂർവ്വരേഖാംശം. ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഓപ്ഷൻ ബി, 82°30' പൂർവ്വരേഖാംശം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ മാനക സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ്? ഉത്തരം ഓപ്ഷൻ ബി, 5 മണിക്കൂർ 30 മിനിറ്റ്. ഇന്ത്യൻ മാനക സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്ക് പർവ്വതം? ഉത്തരം ഓപ്ഷൻ ബി, ആരവല്ലി. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്ക് പർവ്വതമാണ് ആരവല്ലി. അടുത്ത ക്വസ്റ്റ്യൻ, ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏത്? ഉത്തരം ഓപ്ഷൻ സി, ആനമുടി. ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ആനമുടി. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു നദിയിലേക്ക് വെള്ളം എത്തുന്ന നിശ്ചിത പ്രദേശം? ഉത്തരം ഓപ്ഷൻ സി, വൃഷ്ടിപ്രദേശം. ഒരു നദിയിലേക്ക് വെള്ളം എത്തുന്ന നിശ്ചിത പ്രദേശത്തെ അറിയപ്പെടുന്നതാണ് വൃഷ്ടിപ്രദേശം. അടുത്ത ക്വസ്റ്റ്യൻ, ജഹാംഗീറിൻ്റെയും നൂർജഹാൻ്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം? ഉത്തരം ഓപ്ഷൻ ഡി, രവി. ജഹാംഗീറിൻ്റെയും നൂർജഹാൻ്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് രവി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഉഷ്ണകാലം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, മാർച്ച് ടു മെയ്. ഇന്ത്യയിലെ ഉഷ്ണകാലമാണ് മാർച്ച് ടു മെയ്.
അടുത്ത ക്വസ്റ്റ്യൻ ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണിനം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി എക്കൽ മണ്ണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണിനമാണ് എക്കൽ മണ്ണ്. അടുത്ത ക്വസ്റ്റ്യൻ പോയിന്റ് കലൈമർ പക്ഷിസങ്കേതം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഓപ്ഷൻ ബി തമിഴ്നാട്. പോയിന്റ് കലൈമർ പക്ഷിസങ്കേതം ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ ഉത്തരം ഓപ്ഷൻ ബി തമിഴ്നാട്. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള സംസ്ഥാനം? ഉത്തരം ഓപ്ഷൻ ബി മധ്യപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങൾ ഉള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ്. അടുത്ത ക്വസ്റ്റ്യൻ അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശീയർ ആര്? ഉത്തരം ഓപ്ഷൻ ബി പോർച്ചുഗീസുകാർ. അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശികളാണ് പോർച്ചുഗീസുകാർ. അടുത്ത ക്വസ്റ്റ്യൻ 1857 കലാപം അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ എ ശിപ്പായി ലഹള. 1857 കലാപം അറിയപ്പെടുന്നതാണ് ശിപ്പായി ലഹള. അടുത്ത ക്വസ്റ്റ്യൻ കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ? ഉത്തരം ഓപ്ഷൻ ബി വാറൻ ഹേസ്റ്റിങ്സ്. കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിങ്സ്. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. അടുത്ത ക്വസ്റ്റ്യൻ വേദങ്ങളുടെയും പ്രധാനപ്പെട്ട 5 ഉപനിഷത്തുകളുടെയും പരിഭാഷ ബംഗാളിൽ പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ഉത്തരം ഓപ്ഷൻ സി രാജാറാം മോഹൻ റോയ്. വേദങ്ങളുടെയും പ്രധാനപ്പെട്ട 5 ഉപനിഷത്തുകളുടെയും പരിഭാഷ ബംഗാളിയിൽ പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ്. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് നെഹ്റുവാണ്. അടുത്ത ക്വസ്റ്റ്യൻ അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി? ഉത്തരം ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു. അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. അടുത്ത ക്വസ്റ്റ്യൻ നീൽദർപ്പൺ രചിച്ചതാര്? ഉത്തരം ഓപ്ഷൻ ബി ദീനബന്ധു മിത്ര. ദീനബന്ധു മിത്രയാണ് നീൽദർപ്പൺ രചിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ പ്രഥമ പൗരനായ ആദ്യ മലയാളി? ഉത്തരം ഓപ്ഷൻ ബി KR നാരായണൻ. ഇന്ത്യയുടെ പ്രഥമ പൗരനായ ആദ്യ മലയാളിയാണ് KR നാരായണൻ. അടുത്ത ക്വസ്റ്റ്യൻ ഉപരാഷ്ട്രപതി ആയതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി? ഉത്തരം ഓപ്ഷൻ ഡി ഡോക്ടർ S രാധാകൃഷ്ണൻ. ഉപരാഷ്ട്രപതി ആയതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തിയാണ് ഡോക്ടർ S രാധാകൃഷ്ണൻ. അടുത്ത ക്വസ്റ്റ്യൻ മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി പാർട്ട് 3. മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ പാർട്ട് 3 ഭാഗത്താണ് പ്രതിപാദിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത്? ഉത്തരം ഓപ്ഷൻ ബി രാഷ്ട്രപതിക്ക്. അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതിനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ സ്വത്താവകാശം ഇപ്പോൾ എന്ത് അവകാശമാണ്? ഉത്തരം ഓപ്ഷൻ ബി നിയമ അവകാശം. സ്വത്തവകാശം ഇപ്പോൾ നിയമാവകാശമാണ്. അടുത്ത ക്വസ്റ്റ്യൻ അസ്പൃശ്യത അൺടച്ചബിലിറ്റി നിരോധനം വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ? ഉത്തരം ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 17. അടുത്ത ക്വസ്റ്റ്യൻ ഏത് അനുച്ഛേദം പ്രകാരം ഏർപ്പെടുത്തുന്ന അടിയന്തരാവസ്ഥയിലാണ് രാഷ്ട്രപതിക്ക് മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത്? ഉത്തരം ഓപ്ഷൻ ഡി അനുച്ഛേദം 352. അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും നിയമിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ രാഷ്ട്രപതി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറും മെമ്പർമാരും രാജിക്കത്ത് നൽകേണ്ടത് ആർക്ക്? ഉത്തരം ഓപ്ഷൻ സി രാഷ്ട്രപതിക്ക്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറും മെമ്പർമാരും രാജിക്കത്ത് നൽകേണ്ടത് രാഷ്ട്രപതിക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ
ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നതെന്ന്? ഉത്തരം ഓപ്ഷൻ എ 1993 സെപ്റ്റംബർ 28. 1993 സെപ്റ്റംബർ 28-നാണ് ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഡാഷ് ആണ്? ഉത്തരം ഓപ്ഷൻ എ ഭരണഘടനാ സ്ഥാപനം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ? ഉത്തരം ഓപ്ഷൻ എ സെക്രട്ടറി ജനറൽ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥനാണ് സെക്രട്ടറി ജനറൽ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ വിസ്തീർണം ഡാഷ് ചതുരശ്ര കിലോമീറ്റർ ആണ്? ഉത്തരം ഓപ്ഷൻ എ 38,863. കേരളത്തിൻ്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ? ഉത്തരം ഓപ്ഷൻ ഡി കണ്ണൂർ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം? ഉത്തരം ഓപ്ഷൻ എ ചിന്നാർ. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശമാണ് ചിന്നാർ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് എപ്പോൾ? ഉത്തരം ഓപ്ഷൻ എ ഡിസംബർ ടു ഫെബ്രുവരി. കേരളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് ഡിസംബർ ടു ഫെബ്രുവരി മാസത്തിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പക്ഷിപാതാളം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ സി വയനാട്. പക്ഷിപാതാളം വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ഡാറാസ് മെയിൽ ആലപ്പുഴയിൽ സ്ഥാപിതമായത് ഏത് വർഷം? ഉത്തരം ഓപ്ഷൻ ബി AD 1859. AD 1859-ലാണ് കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ഡാറാസ് മെയിൽ ആലപ്പുഴയിൽ സ്ഥാപിതമായത്. അടുത്ത ക്വസ്റ്റ്യൻ, ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം? ഉത്തരം ഓപ്ഷൻ ബി കേരളം. കേരളത്തിലാണ് ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ, ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി? ഉത്തരം ഓപ്ഷൻ ഡി 780 മെഗാവാട്ട്. ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷിയാണ് 280 മെഗാവാട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി? ഉത്തരം ഓപ്ഷൻ ബി മണിയാർ. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 85 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ? ഉത്തരം ഓപ്ഷൻ ബി കൊച്ചി ടു 20 പോയിൻ്റ്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 85 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് കൊച്ചി ടു 20 പോയിൻ്റ്.